അതത് ഭാഷാ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് അവരുടേതെന്ന് തോന്നുന്ന മറ്റൊരു മലയാളി താരമില്ല, ദുൽഖര് സൽമാനെ പോലെ. അത്രയും സൂക്ഷ്മമായി സിനിമകള് തെരഞ്ഞെടുത്തതിലൂടെയും കരിയര് പ്ലാന് ചെയ്തതിലൂടെയും ഇക്കാലം കൊണ്ട് ദുൽഖര് സ്വന്തമാക്കിയ നേട്ടമാണ് അത്. വന് വിജയം നേടിയ ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖര് നായകനായെത്തുന്ന ചിത്രം തമിഴില് നിന്നാണ്. ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ സെൽവമണി സെൽവരാജിന്റെ സംവിധാനത്തിലെത്തുന്ന ആദ്യ ഫീച്ചര് ഫിലിം കൂടിയാണ് കാന്ത. ദുൽഖറും മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച റാണ ദഗുബാട്ടിയുമൊക്കെ തങ്ങളുടെ സമീപകാല കരിയറിലെ ഏറ്റവും ശ്രദ്ധേയ ചിത്രമായി കരുതുന്ന കാന്തയുടെ കാഴ്ചാനുഭവം എങ്ങനെയെന്ന് നോക്കാം. 1950കളിലെ കോളിവുഡ് ആണ് സിനിമയുടെ പശ്ചാത്തലം. വിഖ്യാത സ്റ്റുഡിയോകൾ അടക്കിവാഴുന്ന, സിനിമയല്ലാതെ മറ്റ് വിനോദോപാധികൾ ഇല്ലാതിരുന്ന, തെരശ്ശീലയിലെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം. അവിടെ ടി.കെ. മഹാദേവന് എന്ന യുവ സൂപ്പർതാരമാണ് ദുൽഖറിന്റെ കഥാപാത്രം. തുടര് വിജയങ്ങളിലും ചുറ്റിലും കൂടിവരുന്ന ആൾക്കൂട്ടത്തിലും അല്പമൊക്കെ മതിമറന്ന്, ആരാധകരുടെ കൈയടികൾക്കുവേണ്ടി സിനിമകള് തെരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് സിനിമ തുടങ്ങുമ്പോള് മഹാദേവന്റെ ഏറ്റവും പുതിയ ചിത്രം ഒരുക്കുന്നതോ അയാളുടെ വഴികാട്ടി ആയിരുന്ന, എല്ലാവരും ബഹുമാനത്തോടെ അയ്യ എന്ന് സംബോധന ചെയ്യുന്ന തലമുതിർന്ന സംവിധായകനും. എന്നാല് ഈ പ്രോജക്ട് അയാള് വെറുതെ പ്ലാന് ചെയ്ത ഒന്നല്ല. മറിച്ച് വ്യക്തിപരമായ ചില കണക്കുകള് തീർക്കാന് വേണ്ടിയുള്ളതാണ്. സിനിമകള് സ്റ്റുഡിയോകളില് പൂർണ്ണമായും ഒരുങ്ങിയിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ ഒരു സിനിമയുടെ ചിത്രീകരണഘട്ടം പശ്ചാത്തലമാക്കി ഒരു പുതിയ സിനിമാനുഭവം പകരുകയാണ് കാന്ത. ടി.കെ. മഹാദേവന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ മോഡേൺ സ്റ്റുഡിയോസിന്റെ ഒരു മഴദിവസത്തെ പുറം കാഴ്ചയിലൂടെ നമ്മെ സിനിമയിലേക്ക് ക്ഷണിക്കുന്ന സെൽവമണി സെൽവരാജിന്റേത് വേറിട്ട അപ്രോച്ച് ആണ്. 50കളിലെ ഒരു തമിഴ് സിനിമാ സ്റ്റുഡിയോ ലൊക്കേഷനെ യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിസൈന്, പഴയ ചെന്നൈയുടെ ഔട്ട്ഡോർ കാഴ്ചകളിലെ വിഷ്വൽ എഫക്ട്സ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റുകളുടെ മികവ് പ്രേക്ഷകരെ നിഷ്പ്രയാസം കഥ നടക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. നേരം ഒട്ടും കളയാതെ ടി.കെ. മഹാദേവനെയും അയ്യയെയും ഒപ്പം അവർക്കിടയിലുള്ള സങ്കീർണമായ ഈഗോ ക്ലാഷിനെയും അവതരിപ്പിക്കുകയാണ് സംവിധായകന്. ദുൽഖറിന്റെ അഭിനയജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ് ടി.കെ. മഹാദേവന്. പല തരത്തിലുള്ള പ്രകടനം നടത്തേണ്ടതായ കഥാപാത്രമാണ്. ടി.കെ. മഹാദേവനായി ഫിലിം ക്യാമറയ്ക്ക് മുന്നിലും അതല്ലാതെ ജീവിതത്തിലും 2 തരം പെർഫോമൻസുകള് ദുൽഖര് നൽകേണ്ടതുണ്ട്. ഒപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയും അയാളുടെ വ്യക്തിജീവിതവും ഇഴചേരുന്ന ചില നിമിഷങ്ങളും ചിത്രത്തിലുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ സിനിമയുടെ അതിഭാവുകത്വം കലർന്ന പ്രകടനമാണ് അയാള് ഫിലിം ക്യാമറയ്ക്ക് മുന്നില് നടത്തുന്നത്. ക്യാമറയ്ക്ക് പുറത്ത് മാധവനായി മറ്റൊരു പെരുമാറ്റവും. ഈ സ്വിച്ചിങ് അനായാസമായി നടത്തിയിട്ടുണ്ട് ദുൽഖര്. ഒപ്പം വൈകാരികമായ വേലിയേറ്റങ്ങളിലൂടെ തന്നെ കടന്നുപോകുന്ന ഈ കഥാപാത്രത്തെ പ്രകടനം കൊണ്ട് തന്റേതാക്കിയിട്ടുമുണ്ട് ദുൽഖര്. ദുൽഖറിന് മികച്ച പങ്കാളിയാണ് ഈഗോ ക്ലാഷിന്റെ അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന കഥാപാത്രമായി സമുദ്രക്കനിയുടേത്. തന്റെ കഴിവില് അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ള, പ്രതിഭയുടേതായ അഹങ്കാരമൊക്കെയുള്ള അയ്യയായി ആഴമുള്ള പ്രകടനമാണ് അദ്ദേഹത്തിന്റേത്. എന്നാല് ചിത്രത്തിലെ സർപ്രൈസ് നായിക ഭാഗ്യശ്രീ ബോറസയാണ്. സിനിമയുടെ നട്ടെല്ലായ, അഭിനയപ്രാധാന്യമുള്ള, കുമാരിയെന്ന പുതുമുഖ നായികയെ ഗംഭീരമാക്കിയിട്ടുണ്ട് ഭാഗ്യശ്രീ. ഇന്റർവെല്ലോടെ ജോണര് ഷിഫ്റ്റ് സംഭവിക്കുന്ന ചിത്രം കൂടിയാണ് കാന്ത. ഇടവേള വരെ ഒരു പീരീഡ് ഡ്രാമ എന്ന തരത്തിലാണ് ചിത്രമെങ്കില് ഇടവേളയ്ക്ക് ശേഷം ഒരു ഇൻവെസ്റ്റിഗേഷന് ത്രില്ലറിലേക്കും ഗിയര് ഷിഫ്റ്റ് ചെയ്യുന്നു ചിത്രം. റാണ ദഗുബാട്ടിയുടെ പോലീസ് ഓഫീസര് ആ ജോണര് ഷിഫ്റ്റിന്റെ ഭാഗമായാണ് ചിത്രത്തില് എത്തുന്നത്. ഇൻവെസ്റ്റിഗേഷന് മുന്നോട്ട് പോകുമ്പോള് അതില് ഡാർക്ക് ഹ്യൂമറിന്റെ അംശങ്ങളും സംവിധായകന് വിതറിയിട്ടുണ്ട്. ഒരു ഛായാഗ്രാഹകനെ സംബന്ധിച്ച് ഹെവി വർക്ക് ആണ് കാന്ത. ഒരു പഴയ കാലത്തെ സിനിമാ ചിത്രീകരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ പറച്ചില് എന്നതുതന്നെ കാരണം.